ഹലോ ഓക്കെ ഹലോ ശരി എന്തോ നമ്മുടെ അല്ലേ കരുണാസമ്പന്നായ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ ബലിവേളയിൽ നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ദാസീദാസന്മാരാകുന്ന ഞങ്ങൾ വലിയവനായ ദൈവത്തിന്റെ പാദത്തിൽ എടുത്തു വരികയാണ്. ഞങ്ങളുടെ പ്രിയ സഹോദരൻ വലിയവനായ ദൈവം കൊടുക്കണം ഓട്ടം തികച്ച് നിൽക്കുകയും ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നല്ലോ. എന്റെ ഭൗമിക ശരീരം ഞങ്ങളുടെ മുൻപിലായിരിക്കുന്നു. എന്റെ വിശ്വസിനെയും കുഞ്ഞുങ്ങളെയും മറ്റ് ബന്ധുമിത്രാദികളെയും നിർമ്മാണ ദുഃഖത്തിലായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരകളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, മനുഷ്യമായി ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും കൊടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഞങ്ങൾക്കായി തുറക്കപ്പെട്ടതായ എന്റെ അരുമനാഥന്റെ നാണിയേറ്റ കരം, അവിടുത്തെ സമാധാനം കൊടുക്കുന്ന വചനം കർത്താവെ, പ്രിയപ്പെട്ടവർക്കായി സ്വർഗം കലവറവും തുറന്ന് വാഴ്ചപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തിന്റെ കരം, ആ സമാധാനം കൊടുക്കുന്ന കരം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്നല്ല ചിലർ സാധിക്കും. ആ ഉയരത്തിലെ സമാധാനം ദുഃഖത്തിലായിരിക്കുന്നു അത് ലക്ഷത്തിലെ കുഞ്ഞുങ്ങൾക്ക് അധികമായി കൽപ്പിക്കണം. മറ്റു പ്രിയപ്പെട്ടവർക്കായി കൽപ്പിക്കണം. അതൊക്കെ എല്ലാ ശുശ്രൂഷകളെയും ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഭക്തന്മാരെ ബലപ്പെടുത്തണം. അതിന് കാലാവസ്ഥയെ അനുകൂലമാക്കി ചൂടിലേക്ക് പിടിപ്പിക്കണം. സഹനകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഭക്തനെ മഹത്വപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരന്റെ ഭൗതിക ശരീരത്തോടെ എത്തിച്ചേർന്നു. തുടർന്നുള്ള ശുശ്രൂഷകളുടെ നടത്തിപ്പിന് വേണ്ടി നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൗമിക ശരീരം കണ്ടവർ ദയവായി ഇവിടെ കൂടി നിൽക്കരുത്. താഴെ കസേര ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായി നിങ്ങൾ അവിടേക്ക് പോയി ഇരിക്കുക.
മറ്റുള്ളവർക്ക് കൂടെ ഇത് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. ദയവായി ഇതിന് ചുറ്റും നിങ്ങൾ കൂടി നിൽക്കരുത്. പ്ലീസ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശാപരമായ ഒരു യാത്രയായിട്ട് നമ്മുടെ പ്രിയ സഹോദരന് നൽകുവാൻ പ്രിയപ്പെട്ടവർ ഞങ്ങളോട് സഹകരിക്കാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദയവായി താഴെയുള്ള ഇരിപ്പിടങ്ങളിൽ നിങ്ങൾക്ക് പോയി ഇരിക്കാവുന്നതാണ്. ഈ ഫ്രണ്ട് സൈഡ് ദയവായി ഓപ്പൺ ആയിട്ട്, എന്റെ ഫ്രണ്ട് സൈഡ് ഈ ഞാൻ നിൽക്കുന്നതിന്റെ ഈ സൈഡ് ദയവായിട്ട് പ്ലീസ്, ഇവിടെ ആരും തിങ്ങി കൂടി നിൽക്കരുത്. പ്ലീസ്, ഒരു സൈഡായി വന്ന് മറു സൈഡായിട്ട് നിങ്ങൾക്ക് പോകാം. പാട്ട് പാടാം. കണ്ടവര് ഈ വഴിയായി തിരികെ നിങ്ങൾക്ക് പോകാം. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സ് ആശ്വാസം പാരിലെ വാസത ഉള്ളം നീറുന്നേ ഉള്ളം നീറുന്നേ ഈ മരുവാസത്തെ വേർതിരിഞ്ഞിടുക നാശവേറുന്നേ ഈ മരുവാസത്തെ വേർതിരിഞ്ഞിടുവാൻ പാർപ്പിടം തന്നിൽ വാസമോർക്കുമോ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേറുന്നേ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സ് കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ ചേരുമോ എന്നു ചേരുമോ പുരോഹിതരായവരാവിടെ വാസം ചെയ്യുമേ രാജപുരോഹിതരായവരാവിടെ വാസം ചെയ്യുമേ യെരൂശലേം പാർപ്പിടം തന്നിൽ വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ കിരണങ്ങൾ മകുടമണിഞ്ഞു വാഴും ദൂരന്മാർ ശോഭനമായ ശോഭനമായ താരുക്കളുള്ളൊരു പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയും മനസ്സേ മോദമേറുന്നേ ആനന്ദം കൊണ്ടു നിറയമായിടുമേ മധ്യമാം ദേഹമാം മധ്യമായിടുമേ യെരൂശലേം പാർപ്പിടം തന്നിൽ വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ
ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സിൽ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സിൽ ആഹ്വാനം ചെയ്യുന്നു. ആദ്യമായിട്ട് ഔക്കാസ് ദൈവസഭയോടുള്ള ബന്ധത്തില് സിഒ ഡാനിയൽ ചില വാക്കുകൾ സംസാരിക്കും. അതിനെ തുടർന്ന് പ്രിയപ്പെട്ടവർ ദൈവദാസന്മാർ മുന്നോട്ട് കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെയും ഒരു താൽക്കാലികമെന്ന് അവർ കണ്ടുകൊണ്ട് എല്ലാം കർത്താവിൽ നിന്നും സമാധാനം ഏറ്റെടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് അവരുടെ ജീവിതത്തെ നയിക്കുന്നു. പ്രിയ ജെയിംസ് വളരെ അധികം പ്രയാസമുള്ളൂ. പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് അദ്ദേഹം എടുക്കപ്പെട്ടു. ഔക്കാസ് പള്ളി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലുമായിട്ട് അദ്ദേഹത്തിന് 30 വർഷത്തെ ബന്ധമാണുള്ളത്. 1980 തൊട്ട് 95 വരെയും ഔക്കാസ് ഇടവകയുടെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ദേവാലയത്തിൽ കരോൾ ഗ്രൂപ്പിന്റെ കൂടെ അദ്ദേഹം ഒരുമിച്ച് ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് 95 വരെ. അങ്ങനെ അദ്ദേഹം ആ ഒരു സ്നേഹബന്ധം ഞങ്ങൾക്ക് അദ്ദേഹത്തോടെ ഉണ്ടായിരുന്നു. ഇന്നും അദ്ദേഹം ഏതാവശ്യത്തിനും കത്തീഡ്രൽ ദേവാലയ ഒരു സഭയുടെ ദേവാലയത്തിൽ വന്ന് ആ കാര്യങ്ങളെല്ലാം ഭംഗിയായ രീതിയിൽ യാതൊരു മടിയും കൂടാതെ നിർവഹിച്ചുകൊണ്ടിരുന്ന നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള ആരാധനകളും എല്ലാ അനുശോചനവും ഞങ്ങൾ ഈ അവസരത്തിൽ ആവർത്തിച്ചു. അനുഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വിശേഷാല് ഈ പ്രത്യേക സാഹചര്യത്തില് ഞാൻ അദ്ദേഹത്തെ വായിക്കുമ്പോൾ ഞാൻ പറയും ജെയിംസ് ഞാൻ തെറ്റ് വായിച്ചു. അപ്പൊ ജെയിംസ് എന്നെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? തെറ്റില്ലാത്തവരാരായി ഭൂമിയിൽ? യേശുദാസിന് പോലും തെറ്റുണ്ടെന്ന് തോന്നിച്ച അതുകൊണ്ട് വായിക്കണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല ഗുണം ഈ ദേവദാസനിലുണ്ടായിരുന്നു. മറ്റുള്ളവരെ ആദരിക്കുവാനും എന്നോട് എനിക്ക് വളരെ അതിശയം തോന്നുന്നുണ്ട്. എങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ പറയാൻ കഴിയും? തെറ്റ് വായിക്കുന്നവർ അവരോട് പറയുക, അതാണ് ശരി. ഈ ഭൂമിയിൽ തെറ്റും ശരിയും നിശ്ചയിക്കുന്നത് ആരാ? നമ്മുടെ മനസ്സ്. നമ്മൾ ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യണം. എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ. ഞാൻ എന്നും ഇദ്ദേഹം നമ്മുടെ ബ്രദർ ജെയിംസ് വേർപെട്ടു എന്ന് നാം പറയുന്ന ആ രാത്രിയിൽ